ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. എനിക്കറിയാം, നമ്മൾ വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസങ്ങളായി. നമ്മൾ ലാസ്റ്റ് വീഡിയോ ഇട്ട് പോണ്ടിച്ചേരി പോയതിൻ്റെ വീഡിയോ ആണ്. അതായത് നമ്മൾ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. അത് കഴിഞ്ഞിപ്പം മെയ് 9-ാം തീയതിയാണ്. അപ്പം മെയ് 9-ാം തീയതിയാണ് നമ്മൾ വീഡിയോ ഇടുന്നത്. അപ്പം നമ്മൾ വീഡിയോ മെയിനായിട്ട് നമ്മൾ വീഡിയോ ഉദ്ദേശിക്കുന്നത് നമുക്കുടെ യാത്രയിൽ ഉപയോഗപ്പെടുന്ന ഒരു കാര്യം അത് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്താം. എങ്ങനെയാ കാര്യങ്ങൾ, എന്തൊക്കെയാണ്, എത്ര കിലോമീറ്ററാണ്, കാര്യങ്ങളെല്ലാം നമുക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതിനകത്ത് കുറേ പോരായ്മകളുണ്ടാവും, കാര്യങ്ങളുണ്ടാവും. നിങ്ങളെല്ലാവരും ക്ഷമിക്കുക. തെറ്റുകൾ വന്നാൽ നിങ്ങൾ ക്ഷമിക്കുക. തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമ്മുടെ മൈക്ക് നമ്മൾ പോണ്ടിച്ചേരി പോയപ്പോൾ നമ്മൾ മൈക്ക് വാങ്ങിയിരുന്നു, കാര്യങ്ങളെല്ലാം റെഡി ആയിരുന്നു. പക്ഷെ മൈക്ക് കുത്താനുള്ള OTG അവർ തന്ന OTG നമുക്ക് ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അടിച്ചു പോയായിരുന്നു. അതുകൊണ്ട് നമ്മൾ പുതിയൊരു നല്ല ക്വാളിറ്റിയുള്ള സാധനം വാങ്ങി നമ്മളിപ്പോൾ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് കേട്ടോ. ആ പോണ്ടിച്ചേരി പോയപ്പോൾ നമ്മൾ മൈക്ക് വാങ്ങിയത്. പക്ഷേ ആ മൈക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ അവിടെ ഉപയോഗപ്പെടുത്തണം എന്നുള്ള രീതിയിലാണ് ഞാൻ അവിടെ നിന്ന് മൈക്ക് വാങ്ങിയത്. പക്ഷെ നമുക്ക് അവിടെ ഉപയോഗപ്പെടുത്താൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ വിഷമം നമ്മളിപ്പോൾ നാട്ടിൽ വന്ന് അപ്പം നമ്മൾ പുതിയൊരു വണ്ടി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. ഇതാണ് നമ്മുടെ വണ്ടി കേട്ടോ. ന്യൂട്രോൺ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ Z450 എന്ന് പറയുന്ന ഒരു മോഡലാണിത്. നമുക്ക് 250 വാട്ട്സ് ആണ് ഇതിന്റെ ബാറ്ററി വരുന്നത്. അതായത് 35 കിലോമീറ്റർ സ്പീഡ് വരെ നമുക്ക് മാക്സിമം കയറാൻ പറ്റും. 80-85 കിലോമീറ്റർ റേഞ്ച് ആണ് ഈ വണ്ടിക്കകത്തുള്ളത്. അപ്പോൾ ഈ വണ്ടിക്കകത്ത് ഇപ്പം ഇതിന്റെ പ്രൈസ് ഞാൻ ഇതുവരെ പറയുന്നില്ല. എനിക്ക് ഈ വണ്ടി ലോക്കൽ ഓടാനും ഈ വണ്ടി ഓക്കെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വണ്ടി എടുത്തത്. വണ്ടി കാണാനും അടിപൊളിയാണ്, കാര്യങ്ങളാണ്, എല്ലാം ആണ്. പിന്നെ വണ്ടിക്കകത്ത് LED ലൈറ്റ്സ് ഒക്കെ ആണ്. LED ലൈറ്റ് ഉണ്ട്, DRL വരുന്നുണ്ട്, LED ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് ആണ് വരുന്നത്. പിന്നെ LED ലാമ്പൊക്കെ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇൻഡിക്കേറ്റർ എല്ലാം ഈ സൗണ്ടൊക്കെയാണ് ഇൻഡിക്കേറ്റർ. ഇങ്ങനത്തെ ഇൻഡിക്കേറ്റേഴ്സ് ആണ് വരുന്നത്. മിറർ വരുന്നുണ്ട്. LCD ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് വരുന്നത്. ഇപ്പോൾ നമ്മൾ മൈക്ക് ഇവിടെയാണ് വെച്ചാണ്. മൈക്ക് അങ്ങനെ വച്ചിട്ടുണ്ടെന്നുള്ളൂ. മൈക്ക് വേണമെങ്കിൽ നമുക്ക് അവിടെ ഊരി എടുക്കാം. ഇങ്ങനത്തെ ഡിസ്പ്ലേ ഇപ്പോൾ വരുന്ന എല്ലാ കമ്പനിയിലും LCD ഡിസ്പ്ലേ അല്ലാത്ത ഇങ്ങനത്തെ ഡിസ്പ്ലേ ടൈപ്പാണ് വരുന്നത്. ഇത്ര നാളും വേറെ രീതിയിലുള്ളതായിരുന്നു വരുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്ത് അത്യാവശ്യം ബൂട്ട് സ്പേസും കാര്യങ്ങളെല്ലാം ഉണ്ട്. മൊബൈൽ ചാർജിങ് യൂണിറ്റുകൾ നമുക്ക് അവിടെ ഉണ്ട്. മൊബൈൽ ചാർജിങ് നമുക്കിത് USB-A ടൈപ്പാണ് നമുക്ക് മൊബൈൽ ചാർജിങ് വരുന്നത്. പിന്നെ ഇതിൻ്റെ മെയിൻ എനിക്ക് ഏറ്റവും കൂടുതൽ വണ്ടിക്ക് താല്പര്യമുള്ളത് ഇതിനകത്ത് NFC ടാഗ് വെച്ചിട്ടാണ് നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇതുണ്ടോ, NFC ടാഗ് വയ്ക്കുമ്പോൾ വണ്ടി ഓൺ ആകുന്നുണ്ട്. NFC ടാഗ് വെച്ച് ഓണാക്കി നമുക്ക് ഓഫ് ചെയ്യാനും പറ്റും. വണ്ടി കണ്ടോ, നമുക്ക് റിമോട്ട് കൺട്രോളിലും കൺട്രോൾ ചെയ്യാവുന്നതാണ്. വണ്ടി നമുക്ക് എവിടെ വെച്ച് ലോക്ക് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ വണ്ടി അനങ്ങുമില്ല, കാര്യങ്ങൾ. ഇപ്പോൾ വണ്ടി ലോക്കായി കഴിഞ്ഞാൽ വണ്ടി അത് കണ്ടോ ഇങ്ങനെ ഇരുന്ന സൗണ്ട് കേട്ടുകൊണ്ടേ ഇരിക്കും. അപ്പം നമുക്ക് ഈ വണ്ടിയുടെ ബൂട്ട് സ്പേസ് എന്തോരം ഉണ്ടെന്ന് നമുക്ക് കാണിച്ചു തരാം. വണ്ടിക്കകത്ത് നമുക്ക് അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസും കാര്യങ്ങളും നോക്കുന്നത്. അപ്പോൾ ഈ വണ്ടിയുടെ ബൂട്ട് സ്പേസും കൂടി നമുക്ക് കാണിച്ചു തരാം കേട്ടോ. നമുക്കിതാണ് ബൂട്ട് സ്പേസ് വരുന്നത്. ഇത്രയും ലെങ്ത് ഉണ്ട് ഇതിനകത്ത്. ഏതാണ്ട് ഒരു കൈ അകലം, മീൻസ് എൻ്റെ ഈ ലെവലിൽ നമുക്ക് ബൂട്ട് സ്പേസ് കിട്ടുന്നുണ്ട് കേട്ടോ ഇതിനകത്ത്. ഇവിടെ ഇതാണ് വണ്ടിക്കകത്ത് വന്ന ചാർജർ. ചെറിയ ചാർജറാണ്, പക്ഷെ അത്യാവശ്യം നമുക്ക് വെയിറ്റ് ഉള്ള ചാർജറാണ്. കേട്ടോ, എവിടെയാടാ? ഈ സൈഡാണ്. നമുക്ക് പിന്നെ ഈ വണ്ടിക്കകത്ത് നമുക്ക് ചേസ് നമ്പർ വരുന്നുണ്ട് കേട്ടോ. ചേസ് നമ്പർ ഉള്ള വണ്ടിയാണ്. ഞാൻ ഇലക്ട്രിക് വണ്ടിയാണ് പിന്നെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പഴയതും ഇലക്ട്രിക് വണ്ടിയാണ്. അത് ഇലക്ട്രോവിൽസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ വണ്ടിയാണ്. ആ വണ്ടിക്കകത്ത് ലെഡ് ആസിഡ് ബാറ്ററിയാണ്. അപ്പോൾ ഒരു വർഷത്തേക്കാണ് നമുക്ക് ആ ബാറ്ററി കിട്ടത്തുള്ളൂ. ഒരു വർഷം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാറ്ററി കുറേ ഡാമേജ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനത് മാറ്റിയത്. ഇതിപ്പോൾ അതിനേക്കാളും കൂടുതൽ നമുക്ക് സ്പീഡ് നമുക്ക് ഈ വണ്ടിയല്ല, പഴയ വണ്ടിയാണ് നമുക്ക് സ്പീഡ് ഏറ്റവും ബെറ്റർ. ഈ വണ്ടിക്ക് സ്പീഡ് കുറവാണ്. മറ്റേ വണ്ടി ഏറ്റവും ആദ്യത്തെ മോഡലാണ്. ഇപ്പോൾ ഇതിനേക്കാളും കൂടുതൽ സ്പീഡ് കിട്ടുന്നതാണ്. അപ്പം മെയിനായിട്ടും
വണ്ടിക്ക് മൈലേജ് കിട്ടുന്നില്ല. മറ്റേ വണ്ടി എനിക്ക് 48-50 കിലോമീറ്റർ സ്പീഡ് കിട്ടിയാൽ പോലും അത് എങ്ങനെയാണ് പ്ലെയിൻ റോഡിൽ നമുക്ക് അത്രയും സ്പീഡ് കിട്ടുന്നുള്ളൂ. അത് സ്പീഡ് കിട്ടിയാൽ പോലും നമുക്ക് മാക്സിമം 45-50 കിലോമീറ്റർ ആണ് റേഞ്ച് കിട്ടുന്നത്. സോറി പറഞ്ഞത് വരുമ്പോൾ 50 കിലോമീറ്റർ റേഞ്ച് നമുക്ക് കിട്ടും. വണ്ടിക്ക് സ്പീഡ് 40 കിലോമീറ്റർ സ്പീഡ് കിട്ടും. ഇതിന് അറൗണ്ട് 33-32 ഇത് ഈ വണ്ടിക്കുള്ള സ്പീഡ് കേട്ടോ. അപ്പം ഇത് ഈ ഒരു സന്തോഷം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുത്തത്. അപ്പം നമുക്ക് ഈ വണ്ടി വെച്ച് നമുക്ക് കുറച്ച് വീഡിയോകൾ ചെയ്യാം. കുറേ സ്ഥലങ്ങളിൽ പോകാൻ പറ്റും. ഇതിന് 80 കിലോമീറ്റർ റേഞ്ച് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നമുക്ക് യാത്ര ചെയ്യാനും കഴിയും. നമുക്ക് ലോക്കലി ഉള്ള കാര്യങ്ങൾ നമുക്ക് പോയി വീഡിയോ എടുക്കാനൊക്കെ പറ്റുന്നതാണ്. നമുക്ക് 2 പേര് കയറി ഇരുന്നാലും നമുക്ക് അത്യാവശ്യം ആ ഒരു 70-72 കിലോമീറ്റർ തന്നെ റേഞ്ച് കിട്ടുന്നുണ്ട്. റേഞ്ചിന് വ്യത്യാസമില്ല. 3 പേര് വെച്ച് പോകാനൊന്നും പറ്റില്ല കേട്ടോ നമുക്ക് വണ്ടിക്കകത്ത്. മാക്സിമം 2 പേരാണ് പറ്റത്തുള്ളൂ. നമുക്ക് അത്യാവശ്യം നല്ല വണ്ടിയാണ്. കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ അറൗണ്ട് 150 കിലോമീറ്റേഴ്സിന് മേളിൽ വണ്ടി ഓടിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് ഓടിച്ചിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുഴപ്പമില്ല, കാര്യങ്ങളൊന്നുമില്ല ഈ വണ്ടിക്ക്. പിന്നെ ഉള്ളത് റിവേഴ്സ് മോഡുണ്ട് വണ്ടിക്ക്. റിവേഴ്സ് മോഡുണ്ട്. പിന്നെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ സംവിധാനങ്ങളുണ്ട്. പിന്നെ ക്രൂയിസ് കൺട്രോൾ ഉണ്ട് വണ്ടിക്കകത്ത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് ഭയങ്കര വണ്ടിക്ക് ഇഷ്ടപ്പെട്ട വണ്ടിയാട്ടോ. കുഴപ്പമില്ല, നമുക്ക് വണ്ടി കാണാൻ ലുക്കാണ്. വണ്ടി ഒന്ന് കാണിച്ചു കൊടുത്താൽ വണ്ടിയുടെ 360 ലെവൽ നമുക്ക് വണ്ടി നല്ല രീതിക്ക് വണ്ടി കിട്ടുന്നുണ്ട്. ഇത് പിന്നെ ഓടിച്ച് ഇന്നലെ 2 ദിവസമായിട്ട് മഴയായിരുന്നല്ലോ, അതുകൊണ്ടാണ് ചെളിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഞാൻ കഴുകിയില്ല, ഇന്ന് കഴുകണം. കഴുകാത്തതിൻ്റെ ഒരു ഇതാണ്. അത് മതി, ഒത്തിരി ഇറങ്ങണ്ട, തല ഇറങ്ങും. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ കേട്ടോ. അപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ, അല്ലാതെ വേറെ ഒന്നുമല്ല. നമ്മുടെ സന്തോഷവും നിങ്ങളുടെ സന്തോഷവുമാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം, ഇതിൻ്റെ വീഡിയോ നമ്മൾ എന്തായാലും ഇൻസ്റ്റയിൽ റീലാക്കി ഇടുന്നതാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ലവ് യു.